ഡൽഹിയിലെ വട്ടമേശ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ പ്രശ്നവും പൊട്ടുതെറികളൊക്കെ പെട്ടിയിലടക്കി പൂട്ടിവെച്ച് ഒത്തൊരുമിച്ചൊരു പുതിയ മുന്നേറ്റത്തിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കോൺഗ്രസ്. തമ്മി തല്ലി തോൽവി ഏറ്റുവാങ്ങുന്ന പാർട്ടി എന്നതൊക്കെ പഴങ്കഥയാക്കാനേ പത്രമായിട്ട് പ്രശംസയൊക്കെ പരസ്പരം ചുരിയാൻ ഇപ്പൊ നേതാക്കൾ തമ്മിൽ മത്സരമാണെന്നാ കേൾക്കണേ. എന്താ കഥ? രാഹുലിനെ കണ്ടിറങ്ങിയപ്പം തൊട്ട് തുടങ്ങിയതാന്നേ ഒറ്റക്കെട്ടാ, ഞങ്ങൾ ഒറ്റക്കെട്ടാന്നുള്ള വാക്ക്. കണ്ടാ കടിച്ചു കീറിയിരുന്ന ഒരു ക്യാമറ കണ്ടാ ഇപ്പൊ അപ്പ ചിരിയും കളിയാണെന്നേ. കൈ പിടിച്ചും കെട്ടിപ്പിടിച്ചും കുശലം പറഞ്ഞ കോൺഗ്രസ്സുകാരിന്ന് നല്ല നടപ്പിന്റെ മാതൃക പുരുഷന്മാരായിരിക്കുകയാണെന്ന്. ആ വർഷം പോയി ഞാൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന മുല്ലപ്പള്ളീനെ വരാനും നയിപ്പിച്ചില്ലേ? ആരാ പോയേ? നമ്മുടെ സുധാകരൻ ജി. തലപ്പാവ് തെറിക്കില്ല എന്ന് തോന്നിയതിനാലാകണം തലക്കന ഒട്ടുമേ ഇല്ലാതെ തെറിച്ച് നിൽക്കണവരെയൊക്കെ തന്റെ കൂടെ നിർത്താനേ തന്നാലാവണ പോലൊക്കെ തരം പോലെ നല്ല വാക്ക് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നുണ്ടാ സുധാകരൻ ജി. അല്ലെങ്കിൽ നോക്ക്, പിണക്കം മാറ്റാൻ ചെന്ന് കാര്യം സാധിച്ചെടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ച് സുധാകരൻ ജി പറഞ്ഞത് എന്താന്നാ? താനും മുല്ലപ്പള്ളി ഒരമ്മ പെറ്റ മക്കളെ പോലെയാന്ന്. എന്താ വാക്കിൻ്റെ ഒരു പവർ ഇല്ലേ? അതൊരു പവർഫുൾ മാൻ പറയുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. ഇതൊരു തുടക്കമാണ് കേട്ടോ. 2024 നിയമസഭ നമ്മ തൂക്കും. ഈ ഒരു ലൈനിൽ ഇപ്പം കോൺഗ്രസ്സുകാരുടെ കളികൾ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ, അമ്പിനും ബില്ലിനും അടുക്കാത്ത തരൂര് പോലും പറ്റിയ തെറ്റെന്താന്ന് തെറ്റി പറഞ്ഞില്ലേ? പറഞ്ഞതാണോ ഇനിയിപ്പോൾ പറയിച്ചതാണോ എന്ന് നോക്കണ്ടാതെ. തരൂര് പറഞ്ഞോ കേരളത്തിലെ കടലാസ് വികസനം കൊണ്ട് ഒരു കാര്യമില്ലാന്ന്? അതാണ് പറഞ്ഞതാണ് പോയിന്റ്. കടലാസിൽ പോലും കാണാത്ത ആനന്ദായി വികസന വഴിയിലാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്. വേർപ്പിക്കാൻ വന്നാലേ വെട്ടി കണ്ടെന്നുണ്ടാക്കാൻ കണ്ണൂരിന്ന് പ്രായം വെറും നമ്പറാന്ന് തെളിച്ച നേതാവുണ്ട് കേട്ടാ. കണക്കറിഞ്ഞ് കളിച്ചില്ലേ കാര്യം കഷ്ടത്തിലാവുണ്ടാ. കാരണേ കോൺഗ്രസ് ഇപ്പൊ കലങ്ങി തെളിഞ്ഞ് വരാണ് കേട്ടാ. അപ്പൊ പിന്നെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള മോഹമുണ്ടല്ലോ അങ്ങ് വാങ്ങി വെച്ചേരട്ടാ മൊയിലാളി.